ഹലോ, ഞാൻ ലിബില്ലി. അപ്പൊ ഞാൻ ഇന്ന് കണ്ട ഒരു പടമാണ് ഒരു ജാതി പ്രണയം, അല്ല ഒരു ജാതി ജാതകം. സിനിമ കണ്ടു. അതായത് സിനിമ എന്ന് പറഞ്ഞാൽ രാകേഷ് കൊണ്ടോട്ടി എന്ന് പറഞ്ഞ ഒരാൾ തിരക്കഥ എഴുതി എം മോഹനൻ ഡയറക്ട് ചെയ്ത പടമാണ്. ഈ വിനീത് ശ്രീനിവാസൻ പടമാണ് ഒരു ജാതി ജാതകം. പേര് എനിക്ക് പെട്ടെന്ന് മിസ്സായി പോവാം. അപ്പൊ പടത്തില് മെയിൻ ആയിട്ടെന്ന് പറഞ്ഞാൽ വിനീത് ശ്രീനിവാസനും ഉണ്ട്, നായികയായിട്ട് നിഖില വിമലും ഉണ്ട്. നിഖില വിമൽ എന്ന് പറഞ്ഞ നായികയുടെ കഥാപാത്രം ഒന്നും പറയില്ല, കാരണം ഇതില് വേറെയും ഒരുപാട് പ്രധാന കഥാപാത്രം ചെയ്യുന്ന വേറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പൊ പ്രധാന നടി എന്നൊന്നും പറയാൻ നിഖില വിമലിനില്ല, പക്ഷെ കണ്ടു പരിചയമുള്ള ഒരു നടി എന്ന് പറഞ്ഞാൽ നിഖില വിമലാണ്. പിന്നെ ഇവരെ കൂടാണ്ട് ബാബു ആന്റണി, കുഞ്ഞികൃഷ്ണൻ എന്ന് പറഞ്ഞൊരു പുള്ളി, മറ്റേ ആ ജഡ്ജ് ഇത് കുഞ്ചാക്കോന്റെ ഒരു പടം എന്നാ താൻ കേസ് കൊടുന്ന് പറഞ്ഞാല് ജഡ്ജി ആയിട്ടിരിക്കുന്ന പുള്ളിയില്, ആ പുള്ളി കുഞ്ഞികൃഷ്ണൻ. പിന്നെ അതേപോലെ തന്നെ മൃദുൽ നായർ എന്ന് പറഞ്ഞത് പുള്ളിയും കസബയിലൊക്കെ ആ ബൈക്ക് മോഷണം പോയി എന്ന് പറഞ്ഞ ആ പുള്ളി. അപ്പൊ പടം എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് കോമഡി പടമാണ്. ഫുൾ ഒരു കോമഡി എന്റർടൈനറാണ് ഒരു ജാതി ജാതകം. സിനിമയ്ക്ക് യാതൊരു വിധത്തിലൊരു മടുപ്പോ കാര്യങ്ങളോ എനിക്ക് തോന്നിയില്ല. അതായത് വിനീത് ശ്രീനിവാസനൊക്കെ പെർഫോമൻസ് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ പുള്ളി എന്താ പറയാ, ഇപ്പൊ അടുത്ത ദിലീപിനെ പോലത്തെ ഒരു ആക്ടർ ആയിട്ട് വരുന്നുണ്ട്. കാരണം ദിലീപ് ചെയ്തു തരുന്ന കഥാപാത്രങ്ങളോട് എനിക്ക് സാമ്യം തോന്നി ഈ പടത്തില്. പിന്നെ ഈ പടത്തിൽ എന്ന് പറഞ്ഞാൽ പാട്ടുകൾ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. പാട്ടുകളൊക്കെ അത് പുള്ളിയുടെ പടത്തിൽ എന്തായാലും പുള്ളിയുടെ പാട്ടുണ്ടാവല്ലോ, വിനീത് ശ്രീനിവാസന്റെ പാട്ടുണ്ടാവല്ലോ. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ പാട്ടുകൾ നല്ല കിടലായിട്ട് എനിക്ക് തോന്നി. പിന്നെ മൊത്തത്തിൽ പറഞ്ഞ ബാബു ആന്റണിയൊക്കെ ഇതിൽ ഫൈറ്റ് ചെയ്യാവുന്ന സംഭവമുണ്ട്. അതൊക്കെ രസമാണ്, രസമായിട്ട് തോന്നി. എടുത്തു പറയേണ്ടത് എന്ന് പറഞ്ഞാൽ കോമഡി പടമാണ്, ധൈര്യമായിട്ട് ഫാമിലിക്ക് കയറാവുന്ന ഒരു പടമാണ് ഒരു ജാതി ജാതകം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് പടം ഇന്നിപ്പോ കാണാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഇനിയിപ്പോ കാണാനില്ല നടക്കില്ല. കാരണം വിനീത് ശ്രീനിവാസന്റെ പടത്തിനോട് ഒരു പ്രത്യേക ഒരു കാണാൻ ഒരു ഇഷ്ടം ഉണ്ടാവും. അത് തന്നെ ഈ പുള്ളിയുടെ ഇതിനു മുമ്പ് അറിയിക്കുന്ന പടം ഈ കുറുക്കൻ ആ ഒരു ലെവലാക്കി. ഇപ്പൊ കുറുക്കനാണോ ഏത് പടം അറിയില്ല, എനിക്ക് പേര് ശരിക്കും ഓർമ്മയില്ല. അതായത് അവൻ കോടതിയിൽ കിടന്ന് ഒരു വിനീത് ശ്രീനിവാസനൊക്കെ ഒരു ഡയലോഗ് പറയുന്നുണ്ട്, കോടതിയിലൊക്കെ കിടന്ന് കേസ് അന്വേഷിച്ച് പോകുമ്പോ ആ ഒരു ലെവല് വന്നിട്ടുണ്ട് കോമഡി ഒക്കെ പുള്ളി ചെയ്യുന്നത്. എന്തുകൊണ്ടും പടം തിയേറ്റർ വാച്ചബിൾ, മസ്റ്റ് വാച്ചബിൾ എന്നാണെങ്കിൽ പറയാം. അത് ധൈര്യമായിട്ട് ഫാമിലിയോടൊപ്പം ചിരിച്ചു കണ്ട് രസിക്കാവുന്ന ഒരു പടമാണ് ഒരു ജാതി ജാതകം. എന്തായാലും കണ്ടുപോകും. ശരി.